ഈ സർവ്വസമവാക്യം കാണാൻ പഠിക്കുക. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി സമയം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ 6/11 ഇൻറ്റു 6/11 മൈനസ് 5/11 ഇൻറ്റു 5/11 ബൈ 6/11 മൈനസ് 5/11. ഇത് 2 തവണ ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞാൽ 6/11 ഹോൾ സ്ക്വയർ മൈനസ് 2 തവണ. അതുപോലെ 5/11 2 തവണ ഇൻറ്റു ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഹോൾ സ്ക്വയറിന് എഴുതാം. ബൈ 6/11 മൈനസ് 5/11. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മോഡലിൽ എഴുതാം. ഇതിനെ മുകളിലത്തെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ ആ രീതിയിൽ എഴുതാം നമുക്ക്. 6/11 പ്ലസ് 5/11 ഇൻറ്റു 6/11 മൈനസ് 5/11. പിന്നെ താഴെ ഉണ്ടായിരുന്നത് 6/11 മൈനസ് 5/11. ഇപ്പൊ ഇവിടെ രണ്ടിടത്തും താഴെ മുകളിൽ ഒരുപോലെ വന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ എന്ത് വരും നമുക്ക്? പിന്നെ ഒരു 6/11 പ്ലസ് 5/11. പിന്നെ നമുക്ക് ഛേദം രണ്ടും ഒരുപോലെ 11 സെയിം ആയതുകൊണ്ട് നമുക്ക് വെറുതെ കൂട്ടി എഴുതിയാൽ മതി. 6 പ്ലസ് 5/11, അതായത് 11/11 എന്ന് പറഞ്ഞാൽ 1 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി മോഡൽ. ഈ സർവ്വസമവാക്യം ബൈ ഹാർട്ട് ആക്കി വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. 6/11 പ്ലസ് 5/11 ഇൻറ്റു 6/11 മൈനസ് 5/11. ഈ ന്യൂമറേറ്ററും ഈ ഡിനോമിനേറ്ററും കൂടെ കട്ടായി പോകും. പിന്നെ ഒരു 6/11 പ്ലസ് 5/11. ഇവിടെ ഛേദം ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് കൂട്ടി എഴുതിയാൽ മതി വെറുതെ. 6 പ്ലസ് 5/11 15/11 1 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 288 ഇൻറ്റു 312. ഇത് കാണുമ്പോഴേ നമുക്കത് എന്താന്ന് പെട്ടെന്ന് മനസ്സിലാകണം. 288 എന്ന് പറഞ്ഞാല് 300-ൽ നിന്ന് 12 കുറയുന്നതാണ്. 312 എന്ന് പറയാം 300-ന്റെ കൂടെ 12 കൂടുന്നതാണ്. അതായത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയാം ആദ്യത്തെ സംഖ്യ. 300 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ സമം 300-ന്റെ സ്ക്വയർ 3-ന്റെ സ്ക്വയർ 9, 2 0 വരുമ്പോൾ 4 0 വരും. 90,000 മൈനസ് 144 89,856 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫോർമുല അറിഞ്ഞിരിക്കണം.